അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഓയിലും അതുപോലെ തന്നെ ഒരു A4 സൈസ് ഷീറ്റും എടുക്കുക. എന്നിട്ട് ആ ഒരു ഷീറ്റിലോട്ട് നമ്മൾ ആ ഓയിൽ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഷീറ്റ് ഫുള്ളായിട്ടൊന്ന് ഉണങ്ങി കിട്ടുമ്പോഴത്തേക്കും നമുക്കത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റും അതുപോലെ തന്നെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനവും കൂടിയാണ്. അതായത് എന്നെ പോലെ പടം വരയ്ക്കാനൊന്നും ഒട്ടും അറിയാത്തവർക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ കട്ട് ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട സൈസിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പേപ്പറെല്ലാം കൂടി ഒരുമിച്ച് വെക്കുക. മുകളിൽ ഗമ്മ് തേക്കുക, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇതൊക്കെ ഒന്ന് ഉണങ്ങുന്ന ടൈം കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബൈൻഡ് എടുക്കുക. ചൂസ് ചെയ്യുന്ന ബൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സിനേക്കാളും കുറച്ചും കൂടി വലിയ സൈസ് ആയിരിക്കണം. എന്നിട്ട് അത് വേറൊരു പേപ്പർ എടുത്തിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അതിനകത്ത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സ് എന്ന് എഴുതുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സ് എടുത്ത് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ബ്യൂട്ടിഫുള്ളും കുറച്ച് ക്യൂട്ടും ആക്കാൻ വേണ്ടി നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ റെഡിയായി ഗൈസ്. ഇനി നമ്മളത് കീറി എടുക്കുക. നമുക്ക് എന്താണോ വരയ്ക്കേണ്ടത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് വരച്ചെടുക്കാം. ഇത്ര ഉള്ളടാ, കാര്യം കഴിഞ്ഞില്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്